ലോകപ്രശസ്ത വിപ്ലവകാരി ഏണസ്റ്റോ ചെഗുവേര ഗറില്ലറോ ഹീറോയിക്ക എന്ന പ്രശസ്ത ചിത്രം 65 വർഷം മുൻപ് ഇതുപോലൊരു മാർച്ച് 5-നാണ് പകർത്തിയത്. ക്യൂബയിലെ ഹവാനയിൽ ഒരു അനുസ്മരണ പരിപാടിയിൽ അന്ന് ചെഗുവേര പങ്കെടുത്തിരുന്നു. ആൽബർട്ടോ കോർദോ എന്ന ക്യൂബൻ ഫോട്ടോഗ്രാഫർ അന്ന് 31 വയസ്സുണ്ടായിരുന്ന ചെഗുവേരയുടെ ചിത്രമെടുത്തത്. പിന്നീട് ആ ചിത്രം ലോകമെങ്ങും തരംഗമായി മാറി. വസ്ത്രങ്ങളിൽ മുതൽ ടാറ്റുകളിൽ വരെ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഏറ്റവും പ്രശസ്തമായ ഫോട്ടോഗ്രാഫായി മേരിലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളേജ് ആർട്സ് ഈ ചിത്രത്തെ തിരഞ്ഞെടുത്തു. ലോകത്തെ ഏറ്റവും കൂടുതൽ പകർത്തപ്പെട്ട ഫോട്ടോഗ്രാഫ് എന്ന ബഹുമതിയും ഇതിന് സ്വന്തമായി. കോർദോ ഈ ചിത്രത്തിന് യാതൊരു പ്രതിഫലവും സ്വീകരിച്ചിരുന്നില്ല. അർജന്റീനയിൽ ജനിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ചെഗുവേര പിന്നീട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായി മാറി. ലോകമെങ്ങും ഒരു സാംസ്കാരിക ചിഹ്നമായും അദ്ദേഹം മാറി. ഈ ചിത്രം അതിന് സഹായകമായി. ഫീഡൽ കാസ്ട്രോ നയിച്ച ക്യൂബൻ വിപ്ലവത്തിലും ചെഗുവേര പങ്കെടുത്തിരുന്നു. 1959 ഈ വിപ്ലവം വിജയിച്ച ശേഷം ക്യൂബൻ സർക്കാരിൽ നിന്ന് ഉന്നത സ്ഥാനം ലഭിച്ചെങ്കിലും 1965 ചെഗുവേര ആഫ്രിക്കയിലേക്ക് പോയി. കോങ്കോ പശ്ചാത്തലമാക്കി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വിജയം കണ്ടില്ല. പിന്നീട് തെക്കൻ അമേരിക്കയിലേക്ക് ചെഗുവേര തിരിച്ചുപോയി. 1967 ഒക്ടോബർ 7-ന് ബൊളീവിയൻ സൈന്യം ചെഗുവേരയെ പിടിച്ചു. ലാഹിഗ്വേര എന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ച ശേഷം വെടിവെച്ച് കൊന്നു.